ഹായ് എല്ലാവർക്കും നമസ്കാരം. എൽവിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ നമ്മുടെ NVT ഫിസിക്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ വരുന്ന 10-ാം തീയതി തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ട ആളുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. അപ്പോഴേ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NVT ഫിസിക്സിൻ്റെ സിലബസിൻ്റെ ഒരു അനാലിസിസ് ആണ്, ഫിസിക്സ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ HSST പഠിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തും 10 യൂണിറ്റുകൾ പ്രധാനമായിട്ടും ഫിസിക്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. 10 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, ഈ പറയുന്ന PG ലെവൽ കണ്ടന്റുകൾ തന്നെയാണ് ഈ സിലബസിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നാണ്. 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ, 10 മാർക്കില്ല, ശരിക്കും 7 മാർക്കേ അവിടെ നിന്ന് വരുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം സിലബസ് വന്നപ്പോൾ തെറ്റിച്ചു തന്നതാണ് അവർ. അപ്പോൾ ഏകദേശം 7 മാർക്കിൻ്റെ ചോദ്യം, കാരണം നമുക്ക് 70 മാർക്ക് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് 7 മാർക്കുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം, 7 മാർക്കിന് ചോദ്യങ്ങൾ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൺസ്ട്രെയിൻറ്റുകളാണ് എപ്പോഴും ഒരു ചോദ്യം. ആദ്യത്തെ ഒരു ചോദ്യം കൺസ്ട്രെയിൻറ്റ് എന്നുള്ള ചോദ്യമായിരിക്കും. കൺസ്ട്രെയിൻറ്റുകൾ ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ലഗ്രാഞ്ചൻ ഹാമിൽട്ടോണിയൻ പോലെയുള്ള കോൺസെപ്റ്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ കെപ്ലർ പ്രോബ്ലം പോലെയുള്ള കോൺസെപ്റ്റുകളും കെപ്ലർ പ്രോബ്ലം പഠിക്കാനുണ്ട്. ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻ ഡയറക്റ്റ് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഈ പറയുന്ന എല്ലാ HSSTക്കും ഈ പറയുന്ന പോലെ സയന്റിഫിക് ഓഫീസറിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻ ഫോർ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ഓയിലർ ആംഗിളുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊറിയോളിസിസ് ഫോഴ്സ് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട, അത് ടെക്നിക്കലി നിന്ന് തുടങ്ങി റൊട്ടേഷനിലേക്കുള്ള ഭാഗത്തേക്ക് ഇത് വരുന്നുണ്ട്. കൊറിയോളിസിസ് ഫോഴ്സ്, പിന്നെ നോൺ ലീനിയർ ക്ലാസിക്കൽ മെക്കാനിക്സ് നോൺ ലീനിയറിന്റെ ഭാഗത്ത് നിന്ന് ടച്ച് ചെയ്ത് വരുന്നുണ്ട്. ലിമിറ്റ് സൈക്കിളുകളും കയോസുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ളത്. എനിക്ക് തോന്നുന്നു 7 മാർക്ക് അത്യാവശ്യം തിയറിയും പ്രോബ്ലം ഒക്കെ ചെയ്തൊന്ന് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ അകത്ത് SPR സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, അതുപോലെ ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞാണ് ഹെഡിങ് നമുക്ക് തരുന്നതെങ്കിലും 12 മാർക്കില്ല, 7 മാർക്കേ വരുള്ളൂ കേട്ടോ. 12 മാർക്കില്ല, 7 മാർക്കേ ഉള്ളൂ വരുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് തിയറി ഇല്ല. അത് ആദ്യം മനസ്സിലായി. ഹെഡിങ് മാത്രമാണ്, ഗ്രൂപ്പ് തിയറി ചേർക്കാൻ മറന്നുപോയതായിരിക്കും. ഗ്രൂപ്പ് തിയറി ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു 3 ഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത്. ഏറ്റവും ആദ്യം ഫുറിയർ സീരീസിൻ്റെ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഫുറിയർ സീരീസ്, ഫുറിയർ ട്രാൻസ്ഫോം, അത് നമുക്കൊരു സെക്ഷനായിട്ട് മാറ്റി വയ്ക്കാം. അതിൽ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ്. സ്പെഷ്യൽ ഫംഗ്ഷൻസിൻ്റെ ഒരുവിധം എല്ലാ സ്പെഷ്യൽ ഫംഗ്ഷൻസും ഇതിൻ്റെ നമുക്ക് പഠിക്കാനുണ്ട്, രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, എന്താണ് നമ്മുടെ കോംപ്ലക്സ് അനാലിസിസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ HK ദാസിൻ്റെ തടിയും പുസ്തകം മുഴുവനൊന്നും പഠിക്കേണ്ട. മാത്തമാറ്റിക്കൽ ഫിസിക്സിന് 7 മാർക്ക് നേടാൻ അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കേണ്ട 3 ഭാഗങ്ങൾ, ഒന്ന് ഫുറിയർ സീരീസ് ആൻഡ് ഫുറിയർ ട്രാൻസ്ഫോം പഠിക്കാനുണ്ട്. അതുപോലെ ഈ പറയുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻസ് മുഴുവൻ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോംപ്ലക്സ് അനാലിസിസും കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ പഠിക്കാനുണ്ട്. ഈ 3 യൂണിറ്റുകൾ പക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 7 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസി അല്ലേ? ഈസിയാണ്. കുറേ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനകത്ത്. ഇനി ഇലക്ട്രോണിക്സിൻ്റെ അകത്തേക്ക് വന്നാലും ഇതുപോലെ തന്നെയാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് നമ്മുടെ സിലബസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗെയ്ക്വാദിൻ്റെ പുസ്തകമാണ് നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിന് വേണ്ടി റെഫർ ചെയ്യുന്നത്. നല്ലൊരു പുസ്തകമാണ്. MG യൂണിവേഴ്സിറ്റിയിൽ PG ലെവലിൽ പഠിക്കുന്ന പുസ്തകം. ഞാനൊക്കെ അതാണ് പഠിച്ചിരിക്കുന്നത്. ഒപ്പാമ്പ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ലീനിയർ ആപ്ലിക്കേഷൻ എന്ന പുസ്തകമാണ് ഗെയ്ക്വാദിൻ്റെ. ആ പുസ്തകം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വേറെയും പുസ്തകങ്ങൾ നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് BL തെരേജയുടെ പുസ്തകങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അത് പിന്നെ ഇതിൻ്റെ അകത്ത് FET ആണ്, ട്രാൻസിസ്റ്റർ അല്ല, FET നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒപ്പാമ്പ് പഠിക്കാനുണ്ട്. പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസുകളായ FET, PN ജംഗ്ഷൻ, സോളാർ സെല്ല്, ഫോട്ടോ ഡയോഡ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഷ്മിറ്റ് ട്രിഗർ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും അത്യാവശ്യം കണ്ടന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സെമി കണ്ടക്ടർ ഡിവൈസുകൾ പഠിക്കാനുണ്ട്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ പഠിക്കാനുണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, FM ട്രാൻസ്മിറ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കുറച്ച് എഞ്ചിനീയറിംഗ് ലെവലിൽ പോകേണ്ട പോർഷൻസ് ആണ്, ഈ മൈക്രോ സിസ്റ്റംസ്, സാറ്റലൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ 4ാമത്തെ യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇതിലും 7 മാർക്കാണ്, 12 അല്ല, 7 മാർക്കാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ ഇതും വളരെ വൈഡ് ആയിട്ടുള്ള സിലബസ് അല്ല, വളരെ ഈസി ആയിട്ട് പോകേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് ബേസിക്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്, ഹിൽബർട്ട് സ്പേസ്, വെക്ടർ സ്പേസ് പോലെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ നേരെ വരുന്ന ആംഗുലർ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിന്റെ പോർഷൻസ് ആണ്. ആംഗുലർ മൊമെന്റം, അതിന്റെ ഐഗൺ വാല്യൂസ്, പിന്നെ ഇതിനകത്ത് സ്കാറ്ററിങ് പഠിക്കാനുണ്ട്, ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ, അങ്ങനെയുള്ള സ്കാറ്ററിങ്, ഒപ്റ്റിക്കൽ തിയറം പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ച് പഠിക്കാനുണ്ട്.
പിന്നെ ഇതിൻ്റെ അകത്താണ് ഈ പറയുന്ന വെയിൽ ഇക്വേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ക്ലീൻ ഗോഡാൻ ഇക്വേഷൻ, വെയിൽ ഇക്വേഷൻ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല, മനസ്സിലായി. ഇപ്പോൾ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ അത് വന്നിട്ടില്ല, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ബേസിക്സ് വന്നിട്ടില്ല, അതൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടാണ് ഈ കണ്ടന്റുകൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്, പുതിയ ക്ലാസ്സുകൾ. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വന്നാലും 7 മാർക്കുള്ള ചോദ്യങ്ങളാണുള്ളത്. ഇതിൻ്റെ അകത്താണ് ഏറ്റവും കുറവ് സിലബസ് വരുന്നത്. ഫേസ് സ്പേസ് പോലെയുള്ള കാര്യങ്ങൾ, ലിയോവില്ലി തിയറം പോലെയുള്ള കാര്യങ്ങൾ, എൻട്രോപ്പി ഉണ്ട് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട്, പിന്നെ വിരിയൽ തിയറം പഠിക്കാനുണ്ട്, പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതായത് നമ്മൾ സാധാരണ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കുന്ന അതേ കാര്യം തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വ്യൂവിലാണ് ഇവിടെ പഠിക്കുന്നത്, അതും ഇതിൻ്റെ അത് പഠിക്കാനുണ്ട്. പാത്രിയുടെ പുസ്തകമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 6ാമത്തെ യൂണിറ്റിൽ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിൽ വന്നു കഴിഞ്ഞാലും 7 മാർക്കാണ്. ഏറ്റവും സിമ്പിൾ സിലബസ് ആണ്. ബേസിക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത് ന്യൂക്ലിയർ സൈസ്, ഷേപ്പ് പോലെയുള്ള കാര്യങ്ങൾ, ലിക്വിഡ് റോ മോഡൽ, ഷെൽ മോഡൽ, പിന്നെ അതിനുശേഷമാണ് കുറച്ച് ഇന്റേണൽ കൺവേർഷൻ പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതല്ലാത്ത കുറച്ച് കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഫിക്സ് ലോ, വാലിഡിറ്റി, ഷെൽ സ്ട്രക്ചർ, മാജിക് നമ്പേഴ്സ് ഒക്കെ ഇതിനകത്തുള്ളതാണ്. ഫിക്സ് ലോയും എക്സാഡിയൊക്കെ അഡീഷണൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഷെറർ ക്യാമറയൊക്കെ അഡീഷണൽ കാര്യങ്ങളാണ്. പിന്നെ സോളിഡ് സ്റ്റേറ്റിൽ ഫിസിക്സ് വരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ്. മില്ലർ ഇൻഡിസസ്, റെസിപ്രോക്കൽ ലാക്റ്റിസുകൾ, അതുപോലെ ഫ്രീ ഇലക്ട്രോൺ തിയറി നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡൈലക്ട്രിക്കുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഈ പറയുന്ന മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആന്റിഫെറോ ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി, ലാഞ്ചമിൻ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം പോലെയുള്ള കാര്യങ്ങൾ. മാഗ്നറ്റിസം ആണ് കൂടുതൽ. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും ഒരു സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടൻസർ മാറ്റർ ഫിസിക്സിന് സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ് ഇല്ലാത്തൊരു സിലബസ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂപ്പർ പെയറുകൾ പോലെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റൊട്ടേഷണൽ രാമൻ ഉണ്ട് പഠിക്കാൻ, റൊട്ടേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് NMR, MMR പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. NMR, MMR പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി മൈക്രോ പ്രോസസർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വനിത ടീച്ചറാണ് മൈക്രോ പ്രോസസറിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. വളരെ എക്സ്പേർട്ടാണ്. ഒത്തിരി കുട്ടികൾ അഭിപ്രായം പറയുന്ന നല്ല ക്ലാസ്സുകളാണ്. ടീച്ചറാണ് ഈ ഭാഗം ഹാൻഡിൽ ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചർ കുറച്ചുകൂടെ എന്നേക്കാൾ നല്ല പഠിപ്പിക്കുന്ന ആളെ കിട്ടിയപ്പോൾ ടീച്ചറാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും മൈക്രോ പ്രോസസറിൻ്റെ 8085 നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ മൈക്രോ കൺട്രോളറും നമുക്ക് പഠിക്കാനുണ്ട്. 8051 പഠിക്കാനുണ്ട്. അതിൻ്റെ ആർക്കിടെക്ചർ, സ്ട്രക്ചർ, സിമ്പിൾ പ്രോഗ്രാംസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ മൈക്രോ പ്രോസസറിൽ നമുക്ക് പഠിക്കാം. അത് ടെക്നിക്കൽ ആയിട്ടുള്ള എക്സ്പേർട്ട് തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ് ആണ് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വന്നിട്ട് പഠിക്കാനുള്ളത്. ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ് 2 ഭാഗങ്ങളാണ്. ഒന്ന് ലേസറിന്റെ കുറച്ച് തിയറി പോർഷൻസ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട്, ലേസറിന്റെ തിയറി പോർഷൻസ് നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് നന്നായിട്ട് നോക്കാനുണ്ട്. ലേസറിന്റെ കോൺസെപ്റ്റുകൾ, അതായത് ക്യൂ സ്വിച്ചിങ്, മോഡ് ലോക്കിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതിനുശേഷം ഫൈബ്രോട്ടിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ അപ്രച്ചർ, പിന്നെ അതിന്റെ ലോസുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഒപ്റ്റിക്സിന്റെ അധികമായിട്ടുള്ള പുസ്തകങ്ങൾ നോക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഫിസിക്സിന്റെ സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു HSST NVT സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും 70 മാർക്ക് ഫിസിക്സ് ആണുള്ളത്. ആ 70 മാർക്കിൽ നിന്ന് നമുക്കൊരു 55-60 മാർക്ക് സ്കോർ ചെയ്യാനുള്ള കോണ്ടന്റുകൾ നന്നായിട്ട് പഠിക്കണം. ഞാൻ പറയുന്നത് മുഴുവൻ മാർക്ക് മേടിക്കണമെന്നാണ്, അതിനുവേണ്ടി പഠിക്കണമെന്നാണ്. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു സ്കോർ നല്ല സ്കോറാണ്. കാരണം ഈ കട്ട് ഓഫ് എപ്പോഴും ഒരു 40-നും 50-നും ഇടയ്ക്കൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഈ പറയുന്ന സബ്ജക്റ്റിൽ മേടിക്കാം. പിന്നെ ജനറൽ ടോപ്പിക്കിൽ വരുമ്പോഴും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു 10 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും 5 മാർക്ക് വെച്ച് 10 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതൊരു 10 മാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ നവോത്ഥാന നായകർ, റിനയൻസൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോഷ്യൽ വെൽഫെയർ സ്കീംസ് പഠിക്കാനുണ്ട്. പിന്നെ ഇത് എന്താണ്, ഭരണഘടന നമുക്ക് പഠിക്കാനുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഒരു 30 മാർക്കും കൂടി വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സേഫ് ആയിട്ട് ഒരു 15-18 മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആദ്യത്തെ 5 റാങ്കിൽ എത്താൻ പറ്റും സുഖമായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടന്റുകൾ ചെയ്യുന്നു, അങ്ങനെ തന്നെയാണ്. സബ്ജക്ട് കണ്ടന്റ് ഞാൻ തന്നെയാണ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്, വനിത ടീച്ചർ ഉൾപ്പെടെ. പിന്നെ ഈ പറയുന്ന മറ്റു കണ്ടന്റുകളും ജനറൽ ടോപ്പിക്ക് പഠിക്കണം, അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഈ സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്ക് ആ ഭാഗം കുറച്ച് വീക്കാണെന്ന്. അപ്പോൾ ആ വീക്ക് പോയിന്റുകളൊന്ന് നന്നാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളെല്ലാം ചെയ്യുന്നത്, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. നോട്ടിഫിക്കേഷൻ വരാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ് അവസാന റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ എത്തുന്നത്. കുറേ നാൾക്ക് ശേഷം പതുക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാൻ വെച്ചാൽ നടക്കില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ എന്തായാലും ഒരു 3-4 മാസത്തെ പരീക്ഷ നടക്കും. ആ സമയം കൊണ്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. സെൽഫായിട്ടാണെങ്കിൽ അങ്ങനെ പഠിച്ചു തുടങ്ങണം. നമ്മുടെ ഒപ്പം എൽവിക്കിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു കോൾ വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. നമുക്ക് 2 ബാച്ചുണ്ട്. ഒന്ന് NVT 30 30 പേരുള്ളൊരു ബാച്ചും ഉണ്ട്. പിന്നെ ജനറൽ ഫിസിക്സ് ബാച്ചും ഉണ്ട്. ഏത് ബാച്ചാണ് നിങ്ങൾക്ക് അഭികാമ്യമായിട്ട് തോന്നുന്നത് ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാനുണ്ടാവും, നമ്മുടെ ടീം ഒപ്പം ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. പഠിച്ചു തുടങ്ങുക. താങ്ക് യു. ബൈ ബൈ. ക്ലാസ്സിൽ കാണാം.